അപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ മലയാളീസ് ദൃശ്യം 2 OTT റിലീസ് ചെയ്തപ്പോ കണ്ട ശേഷം ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു, തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അപ്പൊ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും തിയേറ്ററിൽ? അതൊരു എന്നാ പറയണത്, ശരിക്കും ഒരു വിഷമമായിപ്പോയി. പക്ഷെ ജനം മുഴുവൻ കണ്ടു, പടം കാണാവുന്നവരൊക്കെ കണ്ടു, പക്ഷെ പല ഭാഷകളിലും പോയി. പക്ഷെ എല്ലാരും കണ്ടതുപോലെ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഉള്ള ഊണവും കാര്യങ്ങളൊന്നും അത് മിസ്സായി പോയില്ലേ? അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഒരു എല്ലാ ഫീൽഡ് നോക്കുമ്പോൾ, എല്ലാ ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഭയങ്കര ബാഡ് ടൈം ആയിരുന്നല്ലോ കൊറോണ ടൈം എന്ന് പറയുന്നത്. അപ്പം മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു എന്താ പറയുക, ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു OTT പ്ലാറ്റ്ഫോമില് ഹിറ്റായ പടം അതാണ് അല്ലേ? ശരിക്കും അങ്ങനെ വന്നത് നമുക്ക് എങ്ങനെയാണ് OTT-ല് നമുക്ക് ഇങ്ങനെ ഒരു വിജയം നേടാം എന്നുള്ള രീതി. അതെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി പടം പിന്നെ OTT-ലായിരുന്നു. ഒരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. തിയേറ്റർ ഇല്ലേലും OTT എത്ര പേര് പടം ഇറക്കണം പറയും. ഞാൻ ഒരു 10-20 സിനിമ ചെയ്തു, അതിലൊരു 10 സിനിമയെങ്കിലും OTT-ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. OTT-ക്ക് അല്ലാതെ തിയേറ്റർ വന്നിട്ടുള്ളൂ. 10 സിനിമ OTT-ക്ക് വേണ്ടി ചെയ്യാം. കാരണം വലിയ മുടക്കില്ലാതൊക്കെ ചെയ്യുന്നവരുണ്ട്, വലിയ ഇല്ലാതൊക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ OTT-ക്ക് കൊടുക്കുക. അപ്പൊ ഇത്രയും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്. അപ്പൊ ഇതില് ഇത്രയും വർഷം ചെയ്തതില് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയൊരു ക്യാരക്ടർ ഈ ദൃശ്യം 2 തന്നെയാണ്. അതിന്റെ അകത്തൊരു പക്ഷെ ഇതിന്റെ അകത്ത് ഞാനും പടത്തിൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ജെറിയുടെ ആത്മക്കൾ എന്നുള്ള സിനിമയില് എനിക്ക് മനസ്സിന് കിട്ടിയ കഥാപാത്രം ചെയ്തായിരുന്നു. അങ്ങനത്തെ റിയൽ ലൈഫിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ശരിക്കും അങ്ങനത്തെ ഒരു അനുഭവമുള്ള? അങ്ങനെ അനുഭവമുള്ള അത് പറയാൻ പറ്റത്തില്ല. ശരിയാണ്, ഭയങ്കര ഡാർക്ക്. ഗൾഫുകാര് മൊത്തം അടച്ചെന്ന് പറയാൻ പറ്റിയല്ലോ. ഗൾഫുകാരന് അവിടെ പൈസ ഉണ്ടാക്കുന്നു, ഇവിടെ വൈഫ് കയറുന്നു, അങ്ങനെ ഒരു സംഭവമായി പോകും. അതെ ശരിയാണ്, ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അത് മൊത്തത്തിൽ പറഞ്ഞ ഒരു ജനറലൈസേഷൻ പോലെയാണല്ലോ. ശരി, അങ്ങനത്തെ നടക്കുന്ന സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ വൈഫ് പോകുന്നതിന്റെ അപ്പുറം ഈ പ്രവാസ ജീവിതം വന്നിട്ടും കടം വന്ന ഒരുപാട് പേരും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒരു റിച്ച് ജോലി ഉള്ള ഒരാള് അവിടെ നിന്ന് മാറി ജോലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരുന്നത്. ഇവിടെ വീട് നിർമ്മിക്കുക, വൈഫും കുഞ്ഞുമുണ്ട്, കുഞ്ഞിനെ നോക്കുക, അതിനുള്ള പൈസ മുഴുവൻ ഇങ്ങോട്ട് അയക്കുക. അയച്ചുവിടാൻ കുഞ്ഞിനെ കൊണ്ടാ പോയത്, വേറെ ആരാണ്ട് കൊണ്ട്. വീടും ഇല്ല. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോ, ഇപ്പോ ദൃശ്യം 2-ലാണെങ്കിൽ ഒരു മർഡറാണ്, ഭാര്യനെ നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വേറൊരു മർഡർ വിറ്റ്നസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു സിനിമയാണെങ്കിലും ഭയങ്കര ഇമോഷണലി ഒരു പ്രശ്നം, ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയ ഒരു ക്യാരക്ടർ. അപ്പൊ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യണത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോ? അതെങ്ങനെയാന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്കൊരു കഥാപാത്രത്തെ ഫസ്റ്റ് തന്നു നേരിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ പറയും, ഇതിപ്പോ ഞാൻ ദൃശ്യം 3-ലുണ്ട്, 3 തുടങ്ങും 20-ാം തീയതി തുടങ്ങുക. അപ്പൊ അതിനകത്ത് 15 ദിവസം ഡേറ്റ് ഇട്ടു. അപ്പൊ എനിക്ക് 25-ാം തീയതി മുതലാണ് ഷൂട്ട്. അപ്പം നമ്മളോട് പറഞ്ഞേക്കണത് മറ്റേ റൂട്ട് മാറി. അപ്പോൾ ഇതിനകത്ത് എന്നോട് പറഞ്ഞു, വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? അതിനകത്ത് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ വേറെ റൂട്ടിലായിരിക്കും. പക്ഷെ പഴയ ക്യാരക്ടർ തന്നെ, ജോസ് തന്നെ. അപ്പൊ നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയും. എന്നോട് മറ്റേ ജിജോ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. ഞാനത് ഇപ്പോഴും ചെയ്തില്ല. നമ്മൾ അതുമായിട്ടങ്ങ് വന്നു. പിന്നെ ഒരു ലോട്ടറി കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ 100 കൂട്ടം പ്രശ്നമുള്ളവനെ ഈ ലോട്ടറി കച്ചവടക്കാരൻ. അറിയോ? അതുണ്ട്. അല്ല, നമ്മളൊരു വലിയ കടയായിട്ട് ഷോപ്പിൽ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല. ലോട്ടറി വിൽക്കുന്നവർക്ക് അവരിത്തിരി പൈസയൊക്കെ ഉള്ളവരാ. ഈ വഴിക്കിടെ കിടന്ന് വിൽക്കുന്നവൻ അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, സകല കടമുള്ളവനായിരിക്കും. ഈ വഴിക്കിട ഒരു ലോട്ടറി അടിച്ചാലേ അന്നേരത്തെ ഇതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുത്തരാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഈ വഴി കിടക്കണമെന്ന് നടക്കുന്ന ഒരു വ്യക്തി. അപ്പം അവൻ്റെ പ്രശ്നം അറിയാലോ. അപ്പം അവൻ്റെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രശ്നമുണ്ട്. അത് ഉൾക്കൊണ്ടങ്ങ് അഭിനയിച്ചു, അത്രേ ഉള്ളൂ.